നമസ്കാരം. ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് 1823 കോടി രൂപ പിഴയിട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. 135 കോടി രൂപ കണ്ടുകെട്ടി. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഈ നോട്ടീസും. എന്താണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം? ഇത് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ? നികുതി ഭീകരത എന്നാണ് കോൺഗ്രസ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. കോൺഗ്രസ് നേരിടുന്ന ആദായ വകുപ്പ് നികുതി കേസുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകൾ എപ്രകാരമാണെന്നും അവയ്ക്കെങ്ങനെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ നിയമങ്ങൾ ബാധകമാവുക എന്നും കൂടി അറിയേണ്ടതുണ്ട്. ഒരു സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 നിയമമനുസരിച്ച് സെക്ഷൻ 29 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നാകെ രജിസ്റ്റർ ചെയ്യേണ്ടതായുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള യോഗ്യത അവർ നേടുകയുള്ളൂ. മേൽപ്പറഞ്ഞ രീതിയിൽ അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ വാങ്ങാനുള്ള അവകാശമുണ്ട്. അത് ഇന്ത്യയിലുള്ള വ്യക്തികളിൽ നിന്നോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങാം. സർക്കാർ കമ്പനികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ഒരു കാരണവശാലും വിദേശ പൗരന്മാരിൽ നിന്നോ വിദേശ കമ്പനികളിൽ നിന്നോ വിദേശ ട്രസ്റ്റുകളിൽ നിന്നോ യാതൊരുവിധ സംഭാവനകളും വാങ്ങാൻ പാടില്ല. ഇങ്ങനെ വാങ്ങുന്ന തുക ആദായ നികുതി വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ടോ, ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 13A രാഷ്ട്രീയ പാർട്ടികൾ യാതൊരുവിധ ബിസിനസ്സുകളിലോ വ്യാപാരങ്ങളിലോ ഏർപ്പെടാൻ പാടുള്ളതല്ല. ആ രീതിയിലുള്ള ഒരു വരുമാനവും അനുവദനീയവുമല്ല. അതിനർത്ഥം രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുമാനമേ പാടില്ല എന്നതുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിനകത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിക്കാം. അത് പണമായിട്ടോ വസ്തുവായിട്ടോ കെട്ടിടങ്ങളായിട്ടോ ഒക്കെ ആകാം. സംഭാവന സ്വീകരിച്ച പണം കൊണ്ട് വസ്തുക്കൾ വാങ്ങാനും കെട്ടിടങ്ങൾ പണിയാനുമൊക്കെ അനുവാദമുണ്ട്. ഇവയൊക്കെ വിൽക്കാനും വാടകയ്ക്ക് കൊടുക്കാനും കഴിയും. ഈ പണം ബാങ്കിലിട്ട് കിട്ടുന്ന പലിശയും അംഗത്വ ഫീസായി പിരിഞ്ഞു കിട്ടുന്ന തുകയും എല്ലാം അനുവദനീയമാണ്. ഈ തുക എത്രയായാലും അതിനൊന്നും ഒരു പൈസ പോലും ടാക്സും അടയ്ക്കണ്ട. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്ന വ്യക്തികൾക്കോ വ്യവസായികൾക്കോ പോലും കിട്ടാത്ത ഒരു ആനുകൂല്യമാണ് ഇതെന്ന് ഓർക്കണം. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും കിട്ടുന്ന തുകയുടെ വ്യക്തമായ കണക്ക് സൂക്ഷിക്കണം. അതുപോലെ തന്നെ 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് തന്ന ആളിൻ്റെ പേരും അഡ്രസ്സും രേഖപ്പെടുത്തുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്യണം. പിന്നെ 2,000 രൂപയ്ക്ക് മുകളിൽ ഒരു സംഭാവനയും പണമായി കൈപ്പറ്റാൻ പാടില്ല. അത്തരം സംഭാവനകൾ ചെക്ക് മുഖേനയോ DD വഴിയോ ECS വഴിയോ ആയിരിക്കണം. ഇലക്ടറൽ ബോണ്ട് നിലനിന്നിരുന്ന കാലത്ത് അങ്ങനെയും ആവാം. ഇത്തരത്തിലെല്ലാം പിരിഞ്ഞു കിട്ടുന്ന മുഴുവൻ തുകയും ഓഡിറ്ററെ കൊണ്ട് വർഷാവർഷം പരിശോധിപ്പിച്ചിരിക്കണം. അതാത് സാമ്പത്തിക വർഷങ്ങളിലെ മുഴുവൻ കണക്കും ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരിക്കുകയും വേണം. അതിനായി ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയെയും കമ്പനിയെയും പോലെ തന്നെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആദായ നികുതി വകുപ്പിലെ സെക്ഷൻ 139(4)B പ്രകാരമാണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. 1994-95 സാമ്പത്തിക വർഷം മതിയായ രേഖകൾ സൂക്ഷിച്ചില്ല എന്ന കാരണത്താൽ 53 കോടി രൂപയുടെ പിഴ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. 2018-19 കാലയളവിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി എന്ന കാരണത്താലാണ് ഇപ്പോൾ 135 കോടി രൂപ കണ്ടുകെട്ടിയത്. 2014-നും 2021-നും ഇടയിൽ അനധികൃത പണമിടപാടുകൾ നടത്തി എന്നുള്ളതാണ് അടുത്ത ചാർജ്. ഇവിടെ പണം കൈപ്പറ്റിയിരിക്കുന്നത് കറൻസി ആയിട്ടാണ്. പല നേതാക്കളുടെയും വീടുകളിൽ നടന്ന റെയ്ഡിലാണ് ഈ തുക കണ്ടുപിടിച്ചത്. ആദായ നികുതി വകുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി ഇളവ് നൽകുന്നുണ്ടെങ്കിലും സമയത്ത് കണക്ക് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള മുഴുവൻ പണത്തിനും നികുതി കൊടുക്കേണ്ടതായിട്ട് വരും. നികുതിക്ക് പുറമെ പിഴയും പലിശയും ഉൾപ്പെടും. അങ്ങനെയാണ് ഇപ്പോൾ 1823 കോടി രൂപയുടെ നോട്ടീസ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. അതാണ് ടാക്സ് ഭീകരത എന്ന പേര് തന്നെ കോൺഗ്രസ് ഇതിന് കൊടുക്കാൻ കാരണം. ഈ നോട്ടീസുകൾ സ്റ്റേ ചെയ്യണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ വ്യക്തികൾക്കും കമ്പനികൾക്കും ബാധകമാകുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാകേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉദിച്ചു വരുന്ന ഒരു സ്വാഭാവിക സംശയമുണ്ട്. BJP അടക്കമുള്ള NDAയിലെ എല്ലാ സഖ്യകക്ഷികളും കൃത്യമായി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്.
അഴിമതി ആര് നടത്തിയാലും എതിർക്കപ്പെടേണ്ടതാണ്. നിയമത്തിനു മുൻപിൽ എല്ലാവരും സമന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.